അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാനുള്ള പ്ലാന്. എന്താ വെച്ചാൽ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ അധികം ഒന്നും പുറത്ത് പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ടൈറ്റ് വർക്കാണ്. ഞങ്ങൾ മുന്നേന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നൈറ്റ് ട്രാവലിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട്. രാത്രിയിൽ ചായ കുടിക്കാൻ പോകാറുണ്ട്, അല്ലാണ്ട് വേറെ എങ്ങും പോകാറില്ല. കാരണം ഒന്നത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം കുറച്ച് ദിവസമായി ബോറടിക്കുന്നു പോയിട്ട് കുറേ നാളായി. ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ അമ്മും ബെല്ലയുണ്ട്. ആകെ പോസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പം ഇന്ന് രാത്രി ഇപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കും. അപ്പോൾ വിചാരിച്ചു കുറേ ആയില്ലേ നൈറ്റ് ട്രാവലിംഗ് വ്ളോഗ് ചെയ്തിട്ട് എന്ന്. അപ്പം അത് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആലപ്പുഴ പോകാനുള്ള പ്ലാൻ, തൃശ്ശൂർ പ്ലാൻ ചെയ്തേ. അപ്പോൾ അത് വേണ്ട വെച്ചാൽ ആലപ്പുഴക്കേക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ ആലപ്പുഴ ബീച്ച് വഴി അങ്ങനെ കറങ്ങിയിട്ട് വരുന്ന വൈബ് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളങ്ങനെ തൃശ്ശൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കുറച്ച് ഒരു വയറ്റിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടൻ ചോദിച്ചു നമുക്ക് തൃശ്ശൂർക്ക് പോകണോ അതോ ആലപ്പുഴയ്ക്ക് പോകണോ എന്ന് ചോദിച്ചു. ആകെ ടോട്ടൽ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ കൂടെ ആലപ്പുഴയ്ക്ക് തന്നെ ഇറങ്ങി. ആലപ്പുഴ അപ്പം ഒരു കുറച്ച് എത്തിയപ്പോഴത്തേന് പിന്നെ തോന്നി വേണ്ട, ആലപ്പുഴയിൽ നൈറ്റല്ലേ, കാണാനൊന്നും ഉണ്ടാവില്ല, എങ്ങും പോയിട്ട് കാര്യമില്ല, പോലീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് തൃശ്ശൂർക്ക് വണ്ടി വിട്ടു. അവിടുന്ന് തൃശ്ശൂർ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. രാത്രി നമ്മൾ എവിടെ പോകാനാണല്ലേ. എറണാകുളത്തുള്ള കണക്ക് അത്ര ക്രൗഡ് കാര്യങ്ങളൊന്നും വേറെ എങ്ങും ഞാൻ കണ്ടില്ല. കൊല്ലത്ത് ഞാൻ തീരെ കണ്ടിട്ടില്ല, വേറെ എങ്ങും ഇല്ലല്ലോ. തൃശ്ശൂർക്ക് പോയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴത്തേന് ഏതാണ്ട് 3 മണി അടുപ്പിച്ചെങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടത്തേക്ക് പോയപ്പോഴത്തേന് എല്ലായിടവും നിർത്തിയാണ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം വെച്ചാൽ അത്രയും ദൂരം ടയേർഡാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം റോഡിലൊന്നും നല്ല തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ അങ്ങത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേന് തൃശ്ശൂർ ആ ഒരു ട്രോളല്ല അതിനു മുമ്പ് ഒക്കെ എത്തിയപ്പോഴത്തേന് വഴി നിറയെ ഇതുണ്ടായിരുന്നു, നമ്മുടെ ലോറി ഉണ്ടായിരുന്നു, ട്രക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ട്രക്കല്ലല്ലോ, എന്തുട്ടാ അതിന് പറയുക, കണ്ടെയ്നർ. ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഈ ഒരു പള്ളി കണ്ടു. ഇത് നമ്മുടെ ആ എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ, എറണാകുളം എയർപോർട്ട് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കണ്ടപ്പോഴത്തേന് നല്ല ഭംഗി, ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ടാണ് നിർത്തിയത്. അപ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് 2 പള്ളി ഉണ്ടായിരുന്നു. എന്ത് നമ്മുടെ പ്രതിഷ്ഠയെന്നാണോ എന്തോ പറയുക, ഏത് ദൈവത്തിൻ്റെയാണെന്ന് അറിയാമേ, പുണ്യാളൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സെൻറ്റ് ആൻ്റണി എന്നൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ എല്ലാ പള്ളിയിലും പോകാറുണ്ട്. നമുക്ക് എല്ലാ ദൈവവും ഒരുപോലെ തന്നെയാണല്ലോ. അങ്ങനെ അവിടെ കണ്ടു. ജസ്റ്റ് നേരെ ഒന്ന് നിർത്തി കണ്ടിട്ട് പള്ളിയുടെ ആ ഒരു വീഡിയോ എടുത്തു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് കാര്യം, നമ്മുടെ സിഗ്നലാണ് കേട്ടോ, ഭയങ്കര ശോകം. നമ്മൾ ആ സിഗ്നലിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴത്തേനായിരിക്കും സിഗ്നൽ ഓൺ ആവുന്നത്. പിന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ച് അവിടെ നിന്നിട്ട് പിന്നെ പോകണം. ഭയങ്കര മെനക്കെട്ട പണിയാണ് ഈ നമ്മൾ ഒരു ത്രൂ ഔട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് സിഗ്നൽ വരുന്നത്. പിന്നെ ഇത് തൃശ്ശൂർ ട്രോള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബിക്കോസ് മിക്കവാറും പുറത്തൊക്കെ പോകുമ്പോൾ ഒക്കെ 3-4 വട്ടം ഞാൻ തൃശ്ശൂർ കയറിയിട്ടുള്ളൂ. കയറുമ്പോൾ ഒക്കെ ഈ ട്രോള് ഞാൻ ശ്രദ്ധിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. ഉറക്കമൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും. നമ്മൾ കൊല്ലത്തുനിന്നാണ്, ഞാനിപ്പോൾ അല്ലേ എറണാകുളത്തേക്ക് വന്നത്. കൊല്ലത്തുനിന്ന് വരുമ്പോഴത്തേന് എന്തായാലും നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അടുത്ത് എത്തി. തൃശ്ശൂർ റൗണ്ട് എത്തി. ഞാനിവിടെ 2ാമത്തെ വട്ടമാണ് കേട്ടോ വരുന്നത്. പക്ഷേ കാണുന്നത് ഇപ്പോഴാണ്. നൈറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഒരു 3 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. നല്ല രസമുണ്ട്. ഞങ്ങളവിടെ കൊല്ലത്ത് അഞ്ചാലമൂട് റൗണ്ടുണ്ട്, ചിന്നക്കട റൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെറുതാണ്. ഇത് പറഞ്ഞാൽ ഒരുപാട് വലിയ എത്ര ഏക്കറാണോ എന്തോ അറിയില്ല, എന്തായാലും കുറേ ഇങ്ങനെ ചുറ്റി. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ വലം വെച്ചു. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് അമ്പലം. അവിടെയാണ് അമ്പലം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ പെട്ടെന്ന് വണ്ടി വിട്ടു പോവുകയും ചെയ്തു. ഒന്നും കൂടെ കറങ്ങി വരാമെന്നും പറഞ്ഞിട്ട്, ഫുള്ള് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഏട്ടൻ വണ്ടി അങ്ങ് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് വടക്കുന്നാഥൻ്റെ അടുത്ത് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. ഒരിക്കൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് നേരെ ചൊവ്വേ കാണാനോ കയറാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉള്ളിൽ കയറാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമമുണ്ട്. പോവണം, ഒരു ദിവസം പോവണം, ഗുരുവായൂർക്കുമൊക്കെ പോകണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് നേർച്ചയുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് എന്തായാലും പോവണം. ഇപ്പോൾ പോയപ്പോഴും തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ.
ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് പോകണം. നല്ല രസമാണ് കേട്ടോ റൗണ്ട്. അതിൻ്റെ ഉള്ളിൽ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എനിക്കറിയില്ല, കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇവിടെയാണ് പൂരം നടക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ കൊല്ലം പൂരം ഉണ്ട്. അതുപോലെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇതും. നമുക്കവിടെ ആശ്രമ മൈതാനത്താണ് ഉത്സവം വരുന്നത്. ഇതും അതുപോലെ വലിയ മൈതാനം. കൊല്ലം പൂരവും തൃശ്ശൂർ പൂരവും തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുള്ളത് അതേ ഉള്ളൂ, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾ പിന്നെയും നടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേന് പിന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു ഉള്ളിലേക്ക് കയറാൻ പറ്റും. ആദ്യം കുറച്ച് പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ചേട്ടന്മാരോട് ചോദിച്ചു, പൂവൊക്കെ വെക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. ഞങ്ങളിതേ അതെടുക്കാം. അമ്പലം കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. അങ്ങനെ നമ്മൾ വടക്കുന്ന അതിൽ നിർത്തി. പാതിരാത്രി ഇപ്പം ഏതാണ്ട് 3 മണിയാവാറായി. 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. നിർത്തി ഇവിടെ എത്തിയപ്പോഴത്തേന് ഈ ഒരു സമയമായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. ഇനിയിപ്പം ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് നേരെ എറണാകുളത്ത്. പാതിരാത്രിയിൽ ഓരോരോ ഭ്രാന്തുകൾ, അല്ലാണ്ട് എന്താ ഇപ്പം പറയല്ലേ. അമ്പലത്തിനടുത്ത് എത്തി. ഞാനിത് 2ാമത്തെ തൊട്ടാണ് കേട്ടോ വരുന്നത്. ഒരിക്കൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അന്ന് കുറേ അമ്പലങ്ങളിൽ വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് ടൂറിസ്റ്റിൻ്റെ അത് വന്നു, ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പം നമ്മൾ പിള്ളേർ 10ാം ക്ലാസ്സിലല്ലേ, ഉറങ്ങണം, അമ്പലത്തിൽ കയറണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴും അമ്പലം അടച്ചിട്ടിരിക്കുക, ഇപ്പോഴും കയറാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഇറങ്ങുമ്പോൾ ഒരു തണുപ്പും ഉണ്ടായില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ കിട്ടാന്ന് പറക്ക തണുപ്പ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പ്. ഇപ്പോഴാണ് ജാക്കറ്റ് എടുക്കാത്തതിൻ്റെ പാട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത്. ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പായിരുന്നു. എറണാകുളം ഒന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ കയറിയതിന് ശേഷം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ 2 വീലറിലായോണ്ടിട്ട് പിന്നെ പറയണ്ടല്ലോ, രക്ഷയില്ലായിരുന്നു. ഇത്രയും പ്രതീക്ഷയല്ല കേട്ടോ. കാർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫീലിങ്സ് കിട്ടൂല കേട്ടോ. ബൈക്കിൽ വരുമ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ്. നമുക്ക് ബൈക്കിൽ പോകാനാണ് താല്പര്യം. നമ്മള് പിന്നെ തൃശ്ശൂർ ഇങ്ങനെ നടന്ന് പൊള്ളി സംഭവം സെറ്റാ. രാത്രി ഇങ്ങനെ വന്ന് നടക്കാം. അതെ, ഇപ്പൊ ഇതേ വടക്കുന്നാഥന്റെ മുമ്പിലെത്തി. വരണം, ഒരു ദിവസം വരണം തൊഴാൻ വേണ്ടിയിട്ട്. ഇനി വരും. ഇവിടെയാണ് ആന നേരം നിൽക്കുക. ഈ ഗ്രൗണ്ടിലാണ് മൊത്തമായിട്ട് ആൾക്കാരുണ്ടാവും. ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ചോദിച്ച് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ച്. കൊറോണ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടിട്ട് എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ദേ ആ കാണുന്നതാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, പാർവതി ദേവിയുടെ ക്ഷേത്രം അല്ലേ. അമ്മേൻ്റെയും ദേവൻ്റെയും അപ്പുറം ഇപ്പുറമായിട്ടാണ്. തൃശ്ശൂരുള്ളവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നെ പോലെ അറിയാത്തവരൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം നല്ല വിഷമമുണ്ട് കയറാൻ പറ്റാത്തതിന്. അന്നും കയറാൻ പറ്റിയില്ല, ഇപ്പോഴും കയറാൻ പറ്റിയില്ല. ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രമേ. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് എന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അത്ര ജനങ്ങളായിക്കോട്ടെ. റോട്ടിൽ നമുക്ക് ആ റോട്ടിൽ വരാൻ നമുക്കൊന്ന് കാലുകുത്താൻ പറ്റൂല, ഇത്രയും ജനങ്ങളായിരിക്കും. ഞാൻ വന്നിട്ടില്ല, തൃശ്ശൂർ പൂരം ഞാൻ കണ്ടിട്ടില്ല. ഇക്കൊല്ലം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും പറഞ്ഞു കേട്ടോ, ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. ആക്ച്വലി ഇവിടെന്ന് വെച്ചാൽ എന്താ പറയുക, വൈബ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ട്രിപ്പ് എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇങ്ങനെ രാത്രി ട്രാവൽ ചെയ്യണം, ഓരോ സ്ഥലങ്ങൾ കാണണം, രാത്രി പോയിട്ട് ഓരോ സ്ഥലം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഒരു പീസായിരിക്കും, ഭയങ്കര ഒരു സമാധാനമായിരിക്കും. അല്ല രാത്രി ഒരു 10 മണിക്ക് ശേഷം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇത് ഇവന്മാർക്ക് എന്ത് പ്രാന്താന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങളുടെ വൈബ് ഒരേ വൈബായതുകൊണ്ട് പിന്നെ സീനില്ല. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തൊട്ടിട്ട് നമ്മൾ ഇതേക്ക് കറക്കുന്ന വെറുതെ ഫോൺ വിളിച്ചെടുക്കുമ്പോ എവിടെ പോന്നെ അല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തുടങ്ങി കറക്കുവാണ്. ആലപ്പുഴ പോണോ തൃശ്ശൂർ പോണോ ഒക്കെ. ഞങ്ങൾ ആക്ച്വലി സോറി പറയാൻ മറന്നു, പുറത്താണെന്ന് തോന്നുന്നു. ആക്ച്വലി പറയാൻ പറഞ്ഞു, ഞങ്ങൾ ആലപ്പുഴയ്ക്കെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആലപ്പുഴയ്ക്കെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അങ്ങോട്ട് എത്തിയപ്പോഴത്തേന് മൈൻഡിലൊരിത് നമുക്ക് തൃശ്ശൂർക്ക് വിട്ടാലോ എന്ന് തോന്നി.
അങ്ങനെ അവിടെ അപ്പോൾ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആവാം. ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് എസ്കേപ്പ് തോന്നല്ല, ഇവിടെയൊന്നും ആരും ഇല്ല കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ബാക്കി ഇനി വേറെ എവിടെയെങ്കിലും കറങ്ങുന്നുണ്ടെങ്കിൽ അത് വീഡിയോയ്ക്കകത്ത് കണ്ടോ, മൊത്തമായിട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ തൃശ്ശൂർ റൗണ്ട്. ഇതാണ് തൃശ്ശൂർ റൗണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് വന്നപ്പം ഉറക്കമായിരുന്നോണ്ട് കാണാൻ ഈ തൃശ്ശൂർ റൗണ്ടിലാണ്. ഏതാണ്ട് 10ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഏതാണ്ട് 12 വർഷമായി ഞാൻ 10th കഴിഞ്ഞിട്ട്. ഈ തൃശ്ശൂർ റൗണ്ടിലാണ് മൊത്തം ആൾക്കാർ തൃശ്ശൂർ പൂരത്തിന് നിൽക്കുക. ഇതാണ് ആന നിൽക്കുന്ന സ്ഥലം, ആന നിരന്ന് നിൽക്കുന്ന സ്ഥലം. ഈ അമ്പലത്തിനകത്തോട്ട് ആന പുറത്തോട്ട് ഇറങ്ങി വരിക. എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ചെയ്യണം. ഈ കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് വരാം. പിന്നെ വെച്ചാൽ ഭയങ്കര പീസ്, ഭയങ്കര ഒരു 6 മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം വരെ ഒന്ന് നൈസായിട്ട് ഇരുന്ന് ട്രിപ്പ് ആയിട്ടൊക്കെ പോകുമായിരുന്നു. ഭയങ്കര രസമുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര സമാധാനമുണ്ട്. അമ്പലം തന്നെ വെച്ചാൽ വീഡിയോയിലൊക്കെ ആണ്. അന്ന് ശ്രദ്ധിച്ചിട്ടില്ല, അറിയത്തില്ല, അതുകൊണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഓരോരോ യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുന്ന അമ്പലമല്ലേ ഇത്. സേവ് ദ ഡേറ്റ് ആണ് കൂടുതലും കാണാറ് ഈ അമ്പലം. ഇതായി ആ മുകളിൽ ഓം നമശിവായ എഴുതിയുണ്ടോ, അതാണ്. അത് അല്ല നമ്മള് ഇത്. എന്ത് രസമാണ്, എന്ത് സമാധാനം, ഭയങ്കര സമാധാനം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാണാം. ഓക്കെ, ടാറ്റ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാം. ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയി, വടക്കുന്നാഥ ക്ഷേത്രത്തിനടുത്ത് പോയി. വേറെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു. രാത്രി കൊണ്ട് ഇരുട്ടാണ്, എങ്ങും കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കറങ്ങി അമ്പലത്തിനടുത്തൊക്കെ കുറച്ച് നേരം നിന്നിട്ട് ചായയൊക്കെ കുടിച്ച് കറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത ദിവസം കാണാം. Bye.